ഇതെന്തോ സംഭവം? ഇന്നലെ രാത്രി പേടി കിട്ടിയതാ. എയർപോർട്ടോട്ട് ഓടിയിട്ട് വന്നപ്പോൾ അവിടെ ഒരു കോട്ടുമോളി ജംഗ്ഷനിൽ വെച്ച് ഒരു വെള്ള സാരി എടുത്ത് രൂപ. ആ സമയത്തൊന്നും അവിടെ ആരും വരുന്നേയില്ല. ആരും വരത്തില്ലെങ്കിൽ ആ സമയത്ത് നീ എങ്ങനെ വന്നവിടെ? ഞാൻ എയർപോർട്ടോട്ട് ഓടിയിട്ട് വന്നേ. നീ എന്തോ വെള്ള സാരി എടുത്ത കേരള പ്രേതത്തിനെ തന്നെ കണ്ടേ? നീ അമേരിക്കൻ സാഹിബിനെ പ്രേതമായിട്ട് കണ്ടില്ല? ഇവിടെ നാട്ടിൽ കോഴിയും പോത്തുമൊക്കെ എന്തോരം വരിക്കുന്നുണ്ട്. അവരാരും പ്രേതമായിട്ടൊന്നും വന്നില്ലല്ലോ. എടാ ഇതൊക്കെ മനുഷ്യരെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി സിനിമാക്കാരുണ്ടാക്കിയതില്ലേ? സിനിമാക്കാർ ഇത് ചതിക്കാത്ത എന്തിനകത്തില്ലേ? ഓ അതാണോ ഇപ്പോൾ ഇവിടുത്തെ വിഷയം? ഞാൻ നിൻ്റെ ജോലിയുടെ കാര്യമാണ് പറഞ്ഞത്. ലൈഫിൽ പ്രയോറിറ്റികളില്ലാത്തതുകൊണ്ടോ ഈ ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ മനസ്സിൽ കയറി കിടക്കുന്നത്. നീ എന്നാ തിരിച്ചു പോന്നേ? ഈ മാസം 28-ാം തീയതി പോകും. ആ പറഞ്ഞു കേട്ടാ. എടാ നീ ഏതാണ്ട് കണ്ട് പേടിച്ചെന്ന് അമ്മ പറഞ്ഞല്ലോ. ഓഹോ അതൊന്നും ഇല്ല ചേട്ടാ, തോന്നിയതാ. അല്ല നിന്റെ പ്ലാൻ എന്താ? നാട്ടിൽ തന്നെ ഇങ്ങനെ കറങ്ങി നടക്കാനാണോ? ചേട്ടൻ തന്നെ അറിയാലോ, ഞാൻ 2 വട്ടം എഴുതിയിട്ട് കിട്ടാതെ നിൽക്കുക. നീ ജർമ്മൻ പഠിക്കാൻ കൂട്ടുകാർ പോകുന്നിടത്തേ പോവുള്ളൂ എന്ന് നിർബന്ധം പിടിച്ചോണ്ടല്ലേ? ഞാൻ അന്നേ നിന്നോട് പറഞ്ഞല്ലേ I+ൽ ഒന്ന് ജോയിൻ ചെയ്യാനായിട്ട്. ആ ഈ കാര്യം ഞാൻ ചേട്ടൻ വിളിക്കുമ്പോൾ ചോദിക്കാൻ വേണ്ടി ഇരുന്നേ. എടാ I+ന്ന് ജർമ്മൻ പഠിച്ച ഒരുപാട് പേരാണ് ഇവിടെ വരുന്നത്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും I+ന് ക്ലാസ് ഉണ്ട്. ഓൺലൈനായിട്ട് നിനക്ക് ഇപ്പോൾ പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എറണാകുളത്തുള്ള സെൻറ്ററിൽ പോയിട്ട് ഓഫ്ലൈനായിട്ട് പഠിക്കാം. A1 മുതലുള്ള ലെവലുകൾ ഏറ്റവും എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റികളാണ് അവിടെ ഹാൻഡിൽ ചെയ്യുന്നത്. അതും വളരെ ചെറിയ ഫീസേ ഉള്ളൂ. അപ്പോൾ ഒട്ടും വൈകണ്ട, ഞാനൊരു നമ്പർ പറഞ്ഞു തരാം. ആ നമ്പറിൽ വിളിക്കുക, ജോയിൻ ചെയ്യുക. ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഉടനെ തന്നെ അവിടെ ജോയിൻ ചെയ്യാം.